ഹലോ, എല്ലാവർക്കും നമസ്കാരം. ശ്രീജിത്ത് ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുളിയാർമലയാണ്. പുളിയാർമല മോട്ടിക്കുന്ന് പരിസരത്തുള്ള ഹെക്കി ബണക് വയനാട് ബാറ്റ് ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ അവിടത്തേക്കാണ് ഇന്നത്തെ വീഡിയോസ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് അതിൻ്റെ കവാടത്തിന് മുന്നിലേക്കാണ്. അപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് വയനാട്ടിൽ ആദ്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഈ ബാറ്റ് ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലം കൂടിയാണ് നമുക്ക് ഈ ഹെക്കി ബണക്കിൻ്റെ ഇത്. കാരണം നമുക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ആദ്യം തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ നിങ്ങളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകാം കേട്ടോ. ഓക്കെ, ഇരിക്കാം. ഇതാണ് ഹെക്കി ബണക് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോകാം. നമ്മളിങ്ങനെ പോകും. ഇതാണ് നമ്മൾ ആ സ്ഥലത്തേക്ക് എത്തിപ്പെടുന്നത്. ഗ്രൗണ്ട് കണ്ടോ നിങ്ങൾ? പക്ഷികളുടെ ചിത്രം തന്നെയൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ? കണ്ടോ? മനോഹരമായ മോട്ടിക്കുന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായ സ്ഥലമാണ് കേട്ടോ. നമ്മളിങ്ങനെ പോവും, അങ്ങനെ കയറി പോവും. സ്റ്റാഫ് ഓട്ട് പോകാം. കുറച്ചും കൂടി പോകാനുണ്ട്. ഇയാളൊക്കെ വരുന്നുണ്ട്. അത് മോട്ടിക്കൊന്ന് വരുന്നുണ്ടോ ചേട്ടാ? ഞാൻ അങ്ങോട്ട് അതിനുവേണ്ടി കെട്ടിയിരിക്കുന്ന മഴയൊക്കെ പെയ്ത നനയായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എന്താ പറയുക പന്തലിവിടെ കെട്ടിയിരിക്കുന്നത് കേട്ടോ. ഈ ശബരിമലയ്ക്ക് പോയി കഴിഞ്ഞാൽ ശരിക്കും കെട്ടി ഉണ്ടാക്കില്ല. അതേമാതിരി കേട്ടോ കെട്ടി ഉണ്ടാക്കിയതൊക്കെ ഒരു വെറൈറ്റി ആക്കി. മോട്ടിക്കുന്നിൻ്റെ പരിസരങ്ങളായിട്ട് നമ്മളൊക്കെ ശരിക്കും നിരന്തരമായിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും. ഒരു കുന്നിൽ മുകളിലൊക്കെ ആയിട്ട് വെച്ചിരിക്കണ്ട. അതിന് മുകളിലാണ് പ്രോഗ്രാം നടക്കുന്നത്. മുകളിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മളതിൻ്റെ കവാടം കേട്ടോ. പക്ഷികളുടെയൊക്കെ ഇതൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ? ഇതാണ് നിരവധി പക്ഷികളുടെ ചിത്രങ്ങളൊക്കെ വെച്ചിരിക്കുന്നുണ്ട് കണ്ടോ. നമ്മുടെ MLA വണ്ടിയൊക്കെ കൂടെ കിടക്കുന്നുണ്ട്. MLA വണ്ടിയൊക്കെ കൂടെ കിടക്കുന്നുണ്ട്. ഇത് നമ്മളിങ്ങനെ പോകും. ഇത് കിടക്കുന്നത് പറഞ്ഞോ. ഇത് ഭംഗിയല്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമ്മളിങ്ങനെ പോകും. പച്ചപ്പിൽ നിർത്തി പക്ഷികളുടെ ഇത് നൃത്തം ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. ഇതാണ് സംഭവം അല്ലേ. ഇതാണ് നമ്മളിവരെ കൂട്ട് ഉണ്ടോ കൂട്ടപ്പുര പറഞ്ഞിരിക്കുന്നത്. യെസ് ബ്ലോഗാണ് മോനെ. അതിനകത്തോട്ട് പോകാൻ പറ്റില്ലേ? അതിലിങ്ങനെ കൊണ്ടുപോകാം. കാണിച്ചിട്ട് ഒരുപാട് നമ്മളെ പുല്ലാണ് കേട്ടോ. ചുറ്റിനുണ്ടാക്കിയ കൂട്ടുപോലെയാണ്. കിടക്കണ്ടോ? എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഉണ്ടോ? മണ്ണുകൊണ്ടാണ് ഉണ്ടാക്കിയത്. ഉള്ളെങ്കിൽ കാണാൻ പറ്റിയില്ല. കുറച്ച് ഞാൻ കാണിച്ചു.
ഇതിലെ പോയി റോഡുകാരം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. ഇത് നമ്മളെ ചേട്ടന്മാർ കണ്ടുപിടിക്കുന്നത് നല്ല പടിയാണല്ലോ. ഒരു പടി പോയി താഴെ വീണ് പോകുമല്ലോ അല്ലേ. ബ്ലോഗാണേ. ആ ചെണ്ടയൊക്കെ കണ്ടില്ലേ? ആ ചെണ്ടയൊക്കെ ഒന്ന് കാണിച്ചെടുത്തിട്ട് ഒന്ന് കൊട്ടി കാണിച്ചു കൊടുക്കി. ചേട്ടനൊക്കെ ഒന്ന് കൊട്ടി കാണിച്ചു തരും. നിങ്ങളെ കാണിച്ചു തരും. ഒന്ന് കൊട്ടിക്കേട്ടാ. ചുമ്മാ പയ്യെ കൊട്ടിയാലേ. ആ കേട്ടോ. ആ ചേട്ടൻ കൊട്ടി. എവിടെയാ സ്ഥലം? എവിടെയാ? തൃക്കേപ്പറ്റ. എവിടെ? ആ തൃക്കേപ്പറ്റ തന്നെ ആണോ? ഇത് ബ്ലോഗാണ്. ഇന്നത്തെ ഇതിൽ ഉച്ചയാകുമ്പോഴേക്ക് സാധനം അപ്ലോഡിങ് വരും. ശ്രീജിത്ത് ബ്ലോഗ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. ഇപ്പോൾ ചെയ്ത വീഡിയോസൊക്കെ അതിൽ വരും. നമുക്ക് ചെയ്യാൻ ചെയ്യുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകട്ടോ. ഏറ്റവും കയറി പോകാം. ഇതൊക്കെ നമ്മളെ നാടായ പുൽമുഖട്ടിക്കുന്നിൻ്റെ പരിസരം അത്രയും ഭംഗി. ഇതിനേതൊക്കെയോ പക്ഷി വരുന്നതെന്ന് പറയുന്നത്. വളർന്നു വരുന്ന സമയത്ത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തിലും ഈ വിടവ് ഉണ്ടായി വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യശാസ്ത്രവും അതുപോലെ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെ പറ്റി പഠിച്ചിട്ടുള്ള എല്ലാ ശാസ്ത്രജ്ഞന്മാരും അതിനെപ്പറ്റി സൂചിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യപ്രകൃതി ബന്ധം എപ്പോഴും വിഷയം. നമ്മൾ ശാസ്ത്രജ്ഞർ പറഞ്ഞിട്ടുള്ളത് മനുഷ്യന്റെ അജൈവ ശരീരമാണ് പ്രകൃതി എന്നാണ്. മനുഷ്യന്റെ ശരീരവും പ്രകൃതിയുമായി ഒരു മെറ്റബോളിക് റിലേഷൻഷിപ്പ് ഉണ്ട്, ഉപാപചയ ബന്ധമുണ്ട് എന്നുള്ളതാണ്. പക്ഷെ എപ്പോഴാണോ ഈ മെറ്റബോളിക് റിലേഷൻഷിപ്പിലുള്ള ഈ ഉപാപചയ ബന്ധത്തിൽ നിന്നുള്ള ഒരു ഡ്രിഫ്റ്റ് ഉണ്ടായി വരുന്നത്, ഒരു വ്യതിചലനം ഉണ്ടായി വരുന്നത്, അതാണ് സാംസ്കാരികമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു കോൺഫ്ലിക്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാലത്താണ്. അതേപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് ഒരു ക്ലൈമറ്റ് സിസ്റ്റത്തിന്റെ ഭൗമ വ്യവസ്ഥയുടെ അകത്തുള്ള ഒരു സിസ്റ്റമിക് പ്രോബ്ലം ആയിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്, ശാസ്ത്രലോകം ഐഡന്റിഫൈ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ കാരണങ്ങൾ ആലോചിച്ചാൽ നമ്മുടെ എക്കണോമിക് സിസ്റ്റം, സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് നമുക്ക് ചിന്തിക്കാതെ ഇരിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം അതും മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ച് ഒരു കൾച്ചറൽ സിസ്റ്റത്തെ സംബന്ധിച്ചിട്ടുമുള്ള ഒരു കോൺഫ്ലിക്റ്റ് സിറ്റുവേഷനിലാണ് നമുക്ക് നിൽക്കുന്നത്. അപ്പോൾ സിസ്റ്റമിക് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ 2 തരത്തിലും 3 തരത്തിലും എൻവിറോൺമെന്റൽ, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ സിസ്റ്റംസിന്റെ ഒരു ചാലഞ്ചിങ് സിറ്റുവേഷനിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഈ സമയത്ത് നമുക്ക് മനുഷ്യപ്രകൃതി ബന്ധത്തെ പറ്റി തിരിഞ്ഞു നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്ക് 2 തരത്തിലും ചിന്തിക്കാൻ പറ്റില്ല. മനുഷ്യന് പ്രകൃതി എന്ന് പറയുന്നത് വർഷിപ്പ് ചെയ്യാനുള്ളത്, ആരാധിക്കാനുള്ള ഒരിടമാണ് എന്ന് വന്നാലും മനുഷ്യന് പ്രകൃതി എല്ലായ്പ്പോഴും എങ്ങനെയും ചൂഷണം ചെയ്യാനുള്ള വിഭവങ്ങൾ മാത്രമാണ് എന്ന് വന്നാലും നമ്മൾ പ്രകൃതിക്ക് പുറത്താണ് എന്നാണ് ആ സങ്കല്പം. എന്നാൽ മനുഷ്യൻ പ്രകൃതിക്ക് അകത്താണെന്നും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഉപാപചയ ബന്ധത്തിലൂടെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നതെന്നും പരിണാമം മുന്നോട്ട് പോകുന്നതെന്നുമുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ എത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ വിഷയത്തെ സംബന്ധിച്ചിട്ടാണ് നമ്മൾ വയനാട് ബേർഡ് ഫെസ്റ്റിവലിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ശാസ്ത്രം സംസാരിക്കും. നമ്മൾ ഇതുവരെ പക്ഷികളെ പറ്റി ശാസ്ത്രത്തിന്റെ രീതികൾ ഉപയോഗിച്ച് കണ്ടെത്തിയത് എന്തൊക്കെയാണ് അത് നമ്മൾ സംസാരിക്കും. കലയുണ്ട്. കല നമ്മെ തന്നെ തിരിച്ചറിയാനും നമ്മെ തന്നെ പ്രകാശിപ്പിക്കാനുമുള്ള മാർഗം. ആ അർത്ഥത്തിൽ നമ്മൾ പ്രകൃതി എങ്ങനെ കാണുന്നു, നമ്മൾ പ്രകൃതിക്ക് അകത്ത് എങ്ങനെ നമ്മളെ തന്നെ കാണുന്നു, നമ്മളെ തന്നെ ആ അർത്ഥത്തിൽ കലയും ശാസ്ത്രവും ഒന്നു ചേരുമ്പോഴാണ് ആന്തരികമായി ഫെസ്റ്റിവൽ. ഇതാണ് നിരവധി പക്ഷികളുടെ ചിത്രങ്ങളോട് വെച്ചിട്ടുണ്ട്. എന്താണ് ഇതിന്റെ പേര് നോക്കി കണ്ടുപിടിക്കേണ്ടിയിരുന്നോ? ഉണ്ടോ? ഇത് 25 വർഷങ്ങൾക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ഇന്നത്തെ ഇനാഗുറൽ സെഷൻ ചെയർ ചെയ്യുന്നത്, ഇതിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് മിസ്റ്റർ ജി ബാലഗോപാൽ IAS. നിങ്ങൾ ഇതിന്റെ ആൾക്കാരാ? ഒന്ന് പറയോ, ഏതൊക്കെ പക്ഷിയെന്ന് പറയോ? ബേർഡ് ഫെസ്റ്റിവൽ ആയിട്ട് അറിയില്ല നിങ്ങൾക്ക്? ഇത് പറഞ്ഞു തന്നില്ല. ഇത് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ഇത് മൂങ്ങയാണല്ലേ? ഇതൊക്കെ മൂങ്ങ ഐറ്റംസിൽ പെട്ട സാധനമാണ്. ഇതൊക്കെ ഏത് ഐറ്റംസ്? അത് ഫുൾ മൂങ്ങകളാണ്. ഇത് മീൻ കൂമൻ, അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പേരുകളുണ്ടോ?
നിരവധി പക്ഷികളുടെ ബേർഡ് ഫെസ്റ്റിവൽ ഇതാണ് കേട്ടോ. നിരവധി പക്ഷികളുടെ ചിത്രങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. കണ്ടോ നിങ്ങൾ? ഓക്കെ, കണ്ടോ? നമ്മളെ ഇതുണ്ടോ? കേട്ടോ, ഉണ്ടല്ലോ. ഇതാണ് നമ്മളിങ്ങനെ പോകും. ഇത് കണങ്ങി തിരിഞ്ഞ് വരും കേട്ടോ. കഴിഞ്ഞിട്ടില്ല. ബെസ്റ്റ്. ഈ ലോകത്ത് മനുഷ്യരെക്കാട്ടും കൂടുതൽ പക്ഷികളാകുന്നുണ്ട്, സംശയമല്ല. പാമ്പിനെ വരെ പാമ്പ് കയറി പിടിച്ചിട്ടും ഒരുപാട് നിരവധി പക്ഷികളുടെ ഫോട്ടോസാണ് അവർ ആക്കി വെച്ചിരിക്കുന്നത്. അത് ബേർഡ് ഫെസ്റ്റിവൽ വയനാട്ടിൽ ഓട്ടിക്കൊന്നിൽ. അത് നമ്മുടെ നാട്ടിൽ തന്നെ പറഞ്ഞാൽ ഭയങ്കര ഒരു പക്ഷിയാണ്. ഇത് കണ്ടത് ശരിക്കും ഒരു ഇല കിടക്കുന്ന പോലെ അല്ലേ? നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമല്ലേ? അങ്ങനത്തെ ഒരു പ്രോഗ്രാം നടത്തി വരിക എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് സന്തോഷമാണ്. ഉണ്ടല്ലോ. ഇതൊക്കെയാ ഇത് കൂടാണ് അങ്ങോട്ടല്ലേ? കൂടാണ്, അതിൻ്റെ കൂടാണല്ലേ? എന്നാലും പക്ഷികളും ഉണ്ട്. അതിൻ്റെ കൂടുകളാണ് കേട്ടോ. മരപ്പുറത്തിലും കണ്ടോ കൂട് വെച്ചിരിക്കുന്നത് ഉണ്ടല്ലോ. ഓക്കെ, ഇതിനൊക്കെ കൂടുകളാണ്, പക്ഷികളുടെ കൂടുകളാണ് കേട്ടോ. വിവിധതരം ചില്ലകൾ വെച്ചിട്ട് അവർ പക്ഷികൾ അവരവരെ വീടുകൾ നിർമ്മിച്ചിരിക്കുകയാണ്. വെച്ചാൽ കൂടുകൾ എന്ന് പറഞ്ഞാൽ വീടുകൾ നമ്മളെ വീട് നിർമ്മിക്കുന്ന പോലെ അവരവരെ വീടുകൾ നിർമ്മിച്ചിരിക്കുക കേട്ടോ. വലിയ വരുന്നതിൻ്റെ ഇത് വായിച്ചു കേട്ടോ. കൊന്നിൻ വർഗത്തിൽപ്പെട്ട പക്ഷികളെ അപേക്ഷിച്ച് സ്വന്തമായി കൂടുണ്ടാക്കുകയാണ് ചെമ്പോത്താണ് കേട്ടോ. അത് ചെമ്പോത്തിനെ കാണാത്തതിനെ കണ്ടുകൊള്ളണേ. എന്നാ ഭംഗിയൊക്കെ ഇത് അവരെ കൂടാട്ടോ. കൂടുകളിൽ നിന്ന് പക്ഷികൾ നല്ല മനോഹരമായിട്ടുമാണ്. തീറ്റ കൊടുക്കുന്നുണ്ടോ? നമ്മൾ എന്താ പറയുക, മരച്ചില്ലയിൽ ചെറിയൊരു ഉണ്ടോ വാഴയുടെ ഞാൻ ചെറുപ്പത്തിൽ വാഴയുടെ മുകളിൽ ഇങ്ങനെ കിളി കൂടിയിട്ടപ്പോൾ കിളീനെ പിടിക്കാൻ പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ ആ കിളീനെ ഞാൻ തൊട്ട് കഴിഞ്ഞപ്പോൾ അതിന് മുട്ടയുണ്ടായിരുന്നു. ആ മുട്ടയില്ലേ, മുട്ട ഉണ്ടാക്കി തൊട്ട് കഴിഞ്ഞാൽ പിന്നെ കിളി വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇവർ കൂടുകളാണ്, പക്ഷികളും അവരെ കൂടുകളുണ്ടാക്കിയിരിക്കണേ. ആ രസമല്ലേ കാണാൻ? കാട്ടുതാറാവ് കണ്ടത് പൊന്തക്കാടിലത് കാട്ടുതാറാവ് കേട്ടോ. താറാവിൻ്റെ ഇത് വേറെ. ഇതിൻ്റെ പുറകിലൊക്കെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, വായിക്കാം. തവിടൻ നെല്ലിക്കോഴി, കുളക്കൊക്കാണ്. കുളക്കൊക്കിൻ്റെ ഇത് കിടക്കുന്ന കുളക്കൊക്കാണ്. ഇതെന്താണെന്ന് എനിക്ക് പേര് അറിയുന്നില്ല. ഇതിനകത്ത് എഴുതി വെച്ചിട്ടില്ല, അത് ഒരാൾ കാണുന്നില്ല. ഇത് നമ്മളെ കൊക്കാണ്, കൊക്ക് ഐറ്റംസിൽപ്പെട്ട സാധനമാണ്. കിളിയാണ്. ഇത് നമ്മളെ വീടുകളൊക്കെ എവിടെയൊക്കെ ഉണ്ട്, നമ്മൾ വയനാട്ടൊക്കെ കാണാതെ. ഇത് കണ്ണെഴുതിയ പോലത്തെ ഒരു കിളിയാണിത്. കണ്ണെഴുതിയില്ല, കണ്ണെഴുതിയ മാതിരി കിടക്കുന്നുണ്ട്. അതിൻ്റെ ഇവിടെ മൂങ്ങ, നമ്മുടെ സ്വന്തം അരിപ്രാവിനെ കണ്ടാൽ അറിയാമല്ലോ എല്ലാവരും. ഇതും അറിയില്ല. ഇതും കൊക്ക്. വേഴാമ്പലും ഉണ്ട്. വേഴാമ്പൽ
ഇതൊക്കെ എന്തോ ഒരു ഭംഗിയാണ് നോക്കിയാൽ. ഇതിൻ്റെ പേര് ചാരത്തലയൻ ബുൾബുൾ എന്നാണ്. ബുൾബുളാണ് കേട്ടത്. ചാരത്തലയൻ ബുൾബുൾ. ഇത് അയോറ. മഞ്ഞയും കറുപ്പും ഇടകാലം സുന്ദരനാണെങ്കിൽ പെട്ടെന്ന് ഒന്നും കണ്ണിൽ വിടുകയില്ല. ഇല ചാത്തുകിടയിൽ നിന്നും ചൂളം വിളിക്കും. അതിനുള്ള മറുപടികളും കേൾക്കും മാത്രമാണ് ഇതുണ്ടാവും. കാണുമ്പോൾ ഇതെന്താണ് കിടക്കുന്നത്. കരയാണ് സൗണ്ടുകൾ, പല പല ശബ്ദങ്ങൾ. പക്ഷികരം സൗണ്ട് കേട്ടോ. ഞാൻ കേൾപ്പിച്ചാലുണ്ടോ ശബ്ദം കേട്ടോ. നമ്മുടെ കൂടെ മുനിസിപ്പൽ കൗൺസിലറായിട്ടുള്ള ശ്രീരാമനുണ്ട്. നമ്മളെ സുഹൃത്തും നമ്മുടെ പാറ്റനെ പിടിക്കുന്ന സാധനമാണ് കേട്ടോ. കണ്ണാണ് ചില പക്ഷികളുടെ കണ്ണാണ്. നമുക്ക് ഇതിനകത്ത് കയറാം. ഞാൻ എതിർത്തതിനകത്ത് കണ്ടതാണ്. നമസ്കാരം. ഇതാണ് നമ്മളിപ്പോൾ നടക്കുന്ന ഓരോ പരിപാടികളൊക്കെ ഇവിടെ ഓരോ പക്ഷികളുടെ ഇത് നടത്തിയിട്ടാണ്. അപ്പോൾ നിരവധി ആൾക്കാരുണ്ട്. നമുക്ക് ഇവരോട് ആരെങ്കിലും ചോദിച്ചു നോക്കാം. സാർ ഒരു ഇൻ്റർവ്യൂ ഇതൊക്കെ ഒന്ന് പറയാൻ വേണ്ടി ചോദിക്കാനായിരുന്നു. അവരോട് ചോദിക്കാം. എന്നെ അറിയോ? നമ്മളൊന്നും അവിടെ വന്ന് ഓർമ്മ പരിപാടി ഉണ്ട് ആണോ? എനിക്ക് ഇതിനെ കുറിച്ചൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ ബാഡ് ഫെസ്റ്റിവലിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരാമോ? ഒന്ന് വിളിക്കാവോ മൈക്ക്? പോകുന്നേ ഗൈസ്, നമുക്ക് ഈ സ്പേസിൽ നിന്ന് ഇറങ്ങി കൊടുക്കണേ 5 മിനിറ്റിൽ. അടുത്ത് വരാമോ? ബാ. അങ്ങനെ ഒരു ആർക്കും സിനിമയിലുണ്ട്. അതുപോലെ സാർ അത് പറയാം. നമസ്കാരം. വയനാട് ബേർഡ് ഫെസ്റ്റിവൽ, വയനാട്ടിലെ ആദ്യത്തെ ബേർഡ് ഫെസ്റ്റിവലാണ് ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത്. 3 ദിവസം നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് പരിപാടികളുമായിട്ട് നിൽക്കുന്ന സെമിനാറുകളുണ്ട്, സിമ്പോസിയങ്ങളുണ്ട്, ചർച്ചകളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഹ്യൂം സെൻറ്ററിൻ്റെ സ്പേസ് മൊത്തം കളർഫുള്ളായിരിക്കുകയാണ്. പക്ഷികളെക്കുറിച്ച് അറിയുക, പക്ഷികൾ കഥ പറയുക എന്നതിനപ്പുറത്തേക്ക് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ളൊരു ബന്ധം, അതാണ് കൂടുതൽ എന്താ പറയുക ഇതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് വേണമെങ്കിൽ പറയുന്നത്. ഇവിടെ ഞങ്ങൾ ചെയ്യുന്നത് ഇവിടെ ഒരു 10 പക്ഷികളുണ്ട്. ഏതോ കാലത്ത് ഏതോ സ്ഥലത്ത് ജീവിച്ചിരുന്ന 10 പക്ഷികൾ ഇന്ന് ഇല്ല. വംശനാശം വന്നുപോയ 10 പക്ഷികൾ. ആ 10 പക്ഷികൾ ഈ മനോഹരമായ വയനാടിൻ്റെ ഈ ഭൂപ്രദേശത്തെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ ഭൂപ്രദേശം ഒരു പെർഫോമൻസായി മാറുകയാണ് 10 പക്ഷികളുടെ കഥകളിലൂടെ. അതിനിടയിൽ വരയ്ക്കാൻ, അറിയാൻ, കേൾക്കാൻ, അനുഭവിക്കാൻ ഒരുപാടുണ്ട്. സോ വയനാട് ബേർഡ് ഫെസ്റ്റിവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഒരു വലിയ തുടക്കത്തിൻ്റെ ദിവസമാണ്. വി ആർ സോ ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് യു. ഓക്കെ സാർ, താങ്ക് യു സാർ. സാറെ അറിയാമല്ലോ എല്ലാവർക്കും. സാറ് സിനിമ ആക്ടറാണ്, സീരിയൽ നടനാണ്. എന്താ പറയുക, സീരിയൽ നടൻ, സിനിമ നടൻ എന്നുള്ളതൊക്കെ വേറെ സാധനമാണ്. സാറ് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് പറഞ്ഞു കൊടുത്താണ്. അതൊക്കെ ഓരോ ആൾക്കാർ ചെയ്യുന്ന ജോലികളുടെ. ഞാനൊരു തിയേറ്റർ പ്രൊഫഷണലാണ്, ഒരു പെർഫോമൻസ് റിസർച്ചറാണ്. അതിൻ്റെ കൂടെ അഭിനയിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സീരിയലുകളിലൂടെയും സിനിമകളിലൂടെയും ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവാം. പക്ഷേ ഇതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി. ഇതാണല്ലോ സാറേ, ഇതൊക്കെ ഓരോ പക്ഷികളുടെ ഇതാണ് എന്ന് കുഴപ്പമില്ലല്ലോ. ഇത് പക്ഷികൾ ചെയ്യാം. അതെല്ലാം നമ്മൾ പെർഫോമൻസ് തുടങ്ങാൻ വേണ്ടി ഇരിക്കുന്ന സമയമാണ്. സോ ഈ സ്പേസും ഒരു പെർഫോമൻസ് സ്പേസ് ആണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പെർഫോമൻസ് സ്പേസുകളിലേക്ക് പോവാണ്. 3 ദിവസമാണ് ഇത്. ഈ വീഡിയോ ഇന്നാണ് നിങ്ങൾക്ക് എത്തുന്നതെങ്കിൽ 16-ാം തീയതി, നവംബർ 16-ാം തീയതിക്ക് മുമ്പ് കൽപ്പറ്റയിലെ ഹ്യൂം സെൻറ്ററിൻ്റെ ഈ മനോഹരമായ ഭൂപ്രദേശത്തെത്തുക. ഭൂമി അറിയാം, ഭൂമിയിലെ ഇമോഷൻസ് അറിയാം, നമ്മൾ എന്താണെന്ന് അറിഞ്ഞു പോകാം. ഓക്കെ സാർ, താങ്ക് യു. അപ്പോൾ താങ്ക് യു സാർ, ഒരുപാട് താങ്ക് യു. ഓക്കെ സാർ.
കണ്ടല്ലോ, ഇതാണ് നമ്മളെ മൊത്തത്തിൽ ഇതാണ് നടന്നിരിക്കുന്നത്. എല്ലാവരും സ്ഥലങ്ങൾ ഒഴിവാക്കി കൊടുക്കുന്നു. നമ്മളിപ്പോൾ ഇതിനകത്ത് ഇറങ്ങിയിരിക്കുകയാണ്. കണ്ടല്ലോ നമ്മളിങ്ങനെ. പിന്നെന്താ രാധാവളം ഇവിടുത്തെ ചേച്ചിയാണ്, സുഭാഷിണി ചേച്ചി. അവരൊരു എന്താ പറയുക, ഒരു പ്രവർത്തകയും കൂടിയാണ് ഇവിടുത്തെ. അപ്പോൾ നമ്മളിത് എല്ലാവരും കൂടി ഇത്ര ദിവസത്തെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഇന്നാണ് സ്റ്റാർട്ടിങ് തുടങ്ങിയത്. ഇന്ന് തൊട്ട് നാളെ മറ്റന്നാൾ 3 ദിവസമാണ് ഇവിടെ ഈ ഫെസ്റ്റിവൽ നടക്കുന്നത്. എല്ലാവർക്കും അങ്ങോട്ട് സ്വാഗതം. എന്താ പറയും, എൻ്റെ പേരെന്താ? സഹൽ. എവിടെ വീട്? ഇതിൻ്റെ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടോ ഇതൊക്കെ ആയിട്ട്? ഓക്കെ, സന്തോഷം, താങ്ക്സ്. ഇതേതാ പക്ഷി നോക്കട്ടെ. ഇത് ഇറ്റ്സ് നമുക്കിത് ഭയങ്കര ഇതാണ്, ഇമ്പോർട്ടൻ്റ് സംഭവം കേട്ടോ, അത് മനസ്സിലാക്കണേ. ഇതൊക്കെ ഒരു കുട്ടികളാണോ? നമ്മൾ മോട്ടിക്കുന്നതിന് സാറെ കണ്ട ഒരു സന്തോഷം. ഇത് ജോണി സാറാണ്. സാറേ 2 വർത്താനം ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് സന്തോഷം. ഇത് സാറെ അറിയാലോ? ഓക്കെ, ജോണി സാറേ. ഞാൻ വയനാട്ടിലിങ്ങനെ ഒരു പാരിസ്ഥിതിക സംഗതികൾക്ക് വേണ്ടിയിട്ട് ഒരു വിപുലമായിട്ടുള്ളൊരു ചടങ്ങ് ഇതാദ്യമായിട്ടാണ്. കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭീഷണി നിലനിൽക്കുന്ന ഒരു കാലത്ത് കേരളത്തിൽ തന്നെ വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു പ്രദേശമാണ് വയനാട്. അപ്പോൾ അതുകൊണ്ട് വയനാട്ടിൽ വെച്ച് തന്നെ ഇത്തരം ഒരു വലിയ സെമിനാറും ഒരു പ്രകൃതി സംരക്ഷണ പ്രവർത്തകരുടെയും പാരിസ്ഥിതിക വിദഗ്ധരുടെയും അതിൽ അന്വേഷണ പഠനങ്ങൾ നടത്തുന്ന ആൾക്കാരുടെയൊക്കെ ഒരു കൂടിച്ചേരൽ അത് വളരെ പ്രസക്തമാണ്. കേരളം ഒട്ടുക്ക് നടക്കേണ്ടുന്ന ചില ആലോചനകളുടെ ഒരു തുടക്കമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അതുകൊണ്ട് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഓക്കെ സാർ, താങ്ക് യു. സന്തോഷം. നമ്മൾ കണ്ടപ്പോൾ ജോണി സാറാണ്. ഓക്കെ, ജോണി സാറെ കണ്ടല്ലോ. നിരവധി ഡോക്യുമെൻ്ററി ഒക്കെ എടുത്ത ആളാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാർ ഓർമ്മയുണ്ട്. കാരണം ഞാനൊരു കലാകാരനാണ്. എനിക്ക് എവിടെ കണ്ടാലും ആരെ തിരിച്ചറിയാനറിയാം. കണ്ടോ, നിരവധി പക്ഷികളെയും കണ്ടാൽ നമുക്ക് മതി വരില്ല കേട്ടോ. എന്തൊരു ഭംഗിയല്ലേ പ്രകൃതി. എന്താ പറയുക, പ്രകൃതിയുടെ വികൃതിയാണെന്ന് പറയുന്നത് ഇവരൊക്കെ ഒരു കേട്ടോ. നമുക്ക് തരുന്ന ഭംഗി അവർക്കും കൊടുത്തിട്ടുണ്ട്. എനിക്കൊന്ന് മനുഷ്യരെക്കാട്ടും ഭംഗി പക്ഷികൾക്കാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? സത്യമല്ലേ? എന്തോ ഒരു ഭംഗിയാന്ന് നോക്കിയാൽ. ഇറ്റ്സ് എ ബ്യൂട്ടി ഉണ്ടോ? ഓർക്കാൻ എനിക്കിത് ഫസ്റ്റ് ഞാനത് എടുത്തിട്ട് ഇന്നിപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യും ഫസ്റ്റ് ആദ്യം എൻ്റെ വീഡിയോസ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ചാനലുകാരൊക്കെ വരുള്ളൂ. കണ്ടോ, എന്നാ ഭംഗിയല്ലേ കാണാൻ. ഇതിൻ്റെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒക്കത്തിൻ്റെ പേരുണ്ട്, നിങ്ങൾക്ക് വായിക്കാം. കാണുന്നില്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി സൂം ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പിടിക്കേണ്ടി ഞാൻ ചിലതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിടിക്കാത്തത്. ഉണ്ടോ, നിരവധി പക്ഷികളുടെ പേരെവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നതാണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് സൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് ഇതാക്കാത്തതുകൊണ്ടാണ് ഇത്. നമ്മൾ ഇത് കണ്ടിട്ടോ, നമ്മളെ ഇന്ത്യൻ എന്താ പറയുക, പറയണ്ടല്ലോ അല്ലേ, വാക്കുകളില്ലാത്ത സംഭവം. പറ്റില്ലേ? ഫുള്ളെടുക്കണം. ഇത് ഇല്ലാത്ത പക്ഷികളല്ലേ? നമ്മൾ കാണാത്ത ആൾക്കാരുണ്ടോ ഈ പക്ഷികൾ മുഴുവനെ? ഇതല്ലോ. ഇതിനൊക്കെ നമ്മൾ ഉണ്ടോ, ശരിക്കും പറയുമ്പോൾ നമ്മൾ ഈ പക്ഷികളുടെ ഫോട്ടോസ് എല്ലാം ഫെസ്റ്റിവൽ ശരിക്കും പക്ഷികളവിടെ കൊണ്ട് നിർത്തണം അല്ലേ? അപ്പോഴല്ലേ എല്ലാവർക്കും പിന്നെ ശരിക്കും നേരിട്ട് കാണാൻ പറ്റുള്ളൂ. എല്ലാവരും വരണം, ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കണം കേട്ടോ. ഇത്രയും നല്ല ഫെസ്റ്റിവൽ നടക്കുമ്പോൾ നമ്മൾ വന്നില്ലെങ്കിൽ നഷ്ടമാണ്. ഇതൊക്കെ നല്ല ഫോട്ടോഗ്രാഫിയുള്ള ആൾക്കാരാണ് വയനാട് ഫെസ്റ്റിവലിൻ്റെ. രസമൊക്കെ യാവോ. കണ്ടോ, കണ്ടോ, ഇതെല്ലാം ഫോട്ടോ എടുക്കാൻ നന്നാ വൈകുന്നേരമാവും തീരും തോന്നില്ല. എല്ലാവരും ഒറ്റയടിക്ക് കാണിച്ചു. നേരിട്ട് നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ബേർഡ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാം കേട്ടോ. ഫ്രീ പരിപാടിയാണ്, ഫ്രീ ആണ് പരിപാടി.
ടിക്കറ്റും കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഒരിപ്പോൾ വാങ്ങിക്കുന്നില്ല. അടിപൊളിയല്ലേ, പൊളിയെന്ന് പറയാം, വേറെ ഒന്നും പറയാനില്ല. വൈബ് അങ്ങനത്തെ അല്ല. പക്ഷികളുടെ എന്നോട് പറഞ്ഞ കുറേ ഇത് മൊത്തം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞങ്ങളുടെ അടുത്ത് നിന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അതൊക്കെ കാണാൻ കേട്ടോ. യൂം സെൻ്ററാണിത്. യൂം സെൻ്റർ നടത്തുന്നതാണ് ഇവർ. അവരും കൂടി കൂടിയിട്ട് നടത്തുന്ന പരിപാടി ബേർഡ് ഫെസ്റ്റിവൽ കേട്ടോ. എല്ലാത്തിൻ്റെ പേരോടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരുപാട് പിടിക്കാൻ പറ്റാത്തതുകൊണ്ടാണേ കേട്ടോ. സ്റ്റാളുകളാണ് കേട്ടോ അത്. പക്ഷികളുടെ ഇതൊക്കെ വെച്ചിരിക്കുന്നുണ്ട് അവിടെ. എന്തിൻ്റെ അത് സ്റ്റാള്? ഇതെന്ത് സ്റ്റാളാ? മലയാളം അറിയോ? തമിഴ് தெரியுமா? சொல்லுங்க. இது என்ன? அருளகம் அப்படியா? ஓ அது சரி. நான் வந்து ப்ளாகரு, அதான் வீடியோ எடுத்துகிட்டு போனோம். நீங்கள் எந்த ஊர்? அப்படியா, சரி சரி. சொல்லுங்கள், இது என்ன? இது வந்து இந்த தேங்காய் தொட்டி. ஓ ஓ, முதல்ல பெயிண்ட், இது ஸ்டோன் பெயிண்ட். அப்படியா? ஓ ஓ, அது சரி. ஆ ஆ. இது வந்து கிளேல. நீங்கள் அதை என்ன பண்ணது? எஸ். அப்படியோ, ஓ நைஸ். தேங்க்யூ. பேர் என்ன? சந்தோஷ். சந்தோஷ். அப்படியா, ஓகே ஓகே, இட்ஸ் ஓகே. ஸ்ரீஜித் ப்ளாக் ഒന്ന് ഫോളോ பண்ணுங்க. ഓക്കെ സാർ, താങ്ക് യു. ശരി ശരി. ഇതൊക്കെ ഓരോ സ്റ്റാളുകളാണ് കേട്ടോ. ഇതൊക്കെ പക്ഷികളുടേതാണ്. ഒന്ന് ഓടിച്ചിട്ട് പോവാം. ഓക്കെ, നമ്മൾ പണികൾ നടന്നുകൊണ്ടിരിക്കുക. ഫുള്ള് ആയിട്ടില്ല കേട്ടോ. ഒക്കെ ഇവിടെ ഓരോ സംഭവം സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. നാളത്തേക്കൊക്കെ ആകുമ്പോഴേക്കും അത് ഒരു ഇതാവുള്ളതുണ്ട്. ഉണ്ടല്ലോ, പക്ഷികളുടെ ഇതാണ് അവർ ചെയ്തിരിക്കുന്നത്. ലോക്കറ്റൊക്കെ ഉണ്ട് പക്ഷികളുടെ. ടീഷർട്ട്, ആ കൊള്ളാലോ. ആ ഓക്കെ, ടീഷർട്ട് ഉണ്ടല്ലോ. അതാ പക്ഷികളുടെ പറ്റില്ല ടീഷർട്ട് അല്ലേ. അടിപൊളി. എന്താ റേറ്റൊക്കെ വരുന്നത് ടീഷർട്ടിനൊക്കെ? 699. അതൊക്കെ സെയിം റേറ്റ്? ആ ആ ആ, അത് പോവില്ല അല്ലേ? പോവില്ല. ഓക്കെ ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അതിവിടെ ഇതാണ് ഇവർ നിരത്തി വെച്ചിരിക്കുന്നത്. വയനാടൻ കൊടുമ്പുളിയാന്ന് പറഞ്ഞത്. നോക്കാം. ഇതെന്തുവാ സാധനം? ആ ഓ, ക്യാൻഡിൽ. ഇത് ബിസ്ക്കറ്റോ? ഓക്കെ, യെസ്. സ്ട്രീറ്റ് ബ്ലോഗ് ഒന്ന് ഫോളോ ചെയ്തോളൂ. നാളത്തെ ഇന്നത്തെ ഉച്ചയൊക്കെ ആകുമ്പോഴേക്ക് എല്ലാവരും വരും കേട്ടോ ഈ ബ്ലോഗിനകത്ത്. അപ്പോൾ 3 ദിവസം പ്രോഗ്രാം അല്ലേ ഇവിടെ അല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു. ഇനി സ്റ്റാളുകൾ ആന്നേ ഉള്ളൂ അല്ലേ? സ്റ്റാളൊക്കെ ആന്നേ ഉള്ളൂ. കാണിച്ചു തരാം. വെക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ബാഡ്മാൻ ദി ഫസ്റ്റ് പാക്ക് ഡിഡ് ഡിസർട്ട് നാമൻ സ്റ്റോഴ്സ്. അങ്ങനെ വായിക്കുകയാണെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് വായിച്ച് തീരും. കോർട്ടൻസ് വേണ്ടോ? യോ ബ്യൂട്ടി അറിയാലോ. സത്യത്തിൽ ഇത്രയാണ് നമ്മുടെ ബേർഡ് ഫെസ്റ്റിവലിൻ്റെ ഇതുണ്ടോ. ഇതെന്താണ് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ. അവിൽ കാണാത്തവരുണ്ടാവേ. ഇതാണ് അവിൽ. ഇത് നമ്മളെ ഇതല്ലേ വയനാടൻ തൊണ്ടി. വയനാടൻ തൊണ്ടി ഇത് സാധാ തന്നെ. 100% തവിടോട് കൂടിയത്. ആ ആ, ഇത് 60% തവിട്, ഇത് 40%. ഇതെന്തുവാ? പച്ച. പച്ച. ആ ആ ആ ആ, ഇത് സാധാ നമ്മളെ അരിയാണ് അല്ലേ? ഇത് നമ്മളെ പുഴുങ്ങൽ മറ്റേ തന്നെ പാൽത്തൊണ്ടി. ആ ഓക്കെ. ചോമാല. ആ, ഇത് ഗന്ധകശാല. ആ, ജീരകശാല. എന്താ? മുള്ളൻ കൈമ. മുള്ളൻ തേങ്ങയോ? മുള്ളൻ കയമ. കയമ. ആ ആ, ഓക്കെ ഓക്കെ, മുള്ളൻ കയമ. ഓക്കെ,
അത് തന്നെയാണ് കാണുന്നത് അല്ലേ? അപ്പോൾ നമ്മളിവിടെ നിങ്ങൾ സാധനം ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കും അല്ലേ? സെയിലുണ്ട്, ചാക്കൊക്കെ ആയിട്ട് കൊടുക്കും അല്ലേ? അപ്പോൾ ഇത് ബ്ലോഗാണ്. അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലുണ്ടാവും. ശ്രീജിത്ത് ബ്ലോഗ് ഒന്ന് ഫോളോ ചെയ്തോളൂ. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും വരും ശ്രീജിത്ത് ബ്ലോഗ്. അതൊന്ന് അടിച്ചു നോക്കൂ. ഒരു ബുള്ളറ്റിലൊക്കെ ഇരിക്കുന്ന ഫോട്ടോ പറഞ്ഞാലല്ല അറിയൂ. അവിടെ വരെ അല്ലല്ലോ ഇതിൻ്റെ ബാറ്റിൻ്റെ അതുള്ളൂ. പിന്നെ വാക്യൂം ഇങ്ങോട്ട് ഇത്രയല്ലേ ഉള്ളൂ. അങ്ങോട്ട് അത്രയേ ഉള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ, ഒന്ന് നോക്കി അടിച്ചോ. നമ്മളിനി അടുത്ത ഐറ്റംസിലേക്ക് പോകുന്നു. കാണിച്ചില്ലല്ലോ അതെന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ഇതെന്താ സംഭവം? ഹണി. ഹണി വയനാടൻ ഹണിയാണോ? പാലക്കാടാണ്. ഇത് വയനാടൻ ഹണിയാണെന്ന് പറയുന്നത് അല്ലേ? ബിസ്ക്കറ്റ് നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ഇതിൽ തന്നെ ഉണ്ടാക്കുന്ന അല്ലേ? ആ ആ ആ, ഒന്നും ഇല്ല, ഫുൾ നാച്ചുറൽസ്. ആ ആ, ഇതുണ്ടോ നിങ്ങളൊരു ഇത് കാണിക്കാൻ? സാമ്പിളൊന്നും കൊടുക്കുമല്ലോ ഒക്കെ? ചെറിയ കഷ്ണമൊക്കെ വെച്ചാൽ നമുക്കിത് ടേസ്റ്റ് ചെയ്താൽ ഞങ്ങൾക്കിങ്ങനെ എല്ലാം തിരികെ ഫെയർ ഫെസ്റ്റിവലൊക്കെ അല്ലേ? അപ്പോൾ നമുക്കിങ്ങനെ കാഴ്ചകൊണ്ട് വരും. ഓക്കെ ഓക്കെ, ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം കേട്ടോ. ഒപ്പം നോക്കണം. അതെ, ഞാൻ കഴിക്കാൻ നാച്ചുറൽ ബിസ്ക്കറ്റാണ് കഴിക്കുക. കിടു സാധനം കേട്ടോ, അടിപൊളി സാധനമാണ്. സൂപ്പർ. ഉണ്ടോ നിങ്ങളതിൻ്റെ ഇതില്ലേ മൊത്തത്തിൽ? ഓക്കെ, നമ്മളെ ചാനലൊന്ന് ഫോളോ ചെയ്തോളൂ. ഫേസ്ബുക്ക് ശ്രീജിത്ത് ബ്ലോഗ്, വജേഷ് ശ്രീജിത്ത് അടിച്ചിട്ട് വി ആണ് കേട്ടോ ബ്ലോഗ് വരുന്നത്. അന്ന് ഫോളോ ചെയ്തോളൂ കേട്ടോ. അടിപൊളി അടിപൊളി, സൂപ്പർ. ഓക്കെ, നിരവധി പക്ഷികളെ കുറിച്ചുള്ള പുസ്തകങ്ങളാണ് പഠിക്കാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. കേട്ടോ, ഡിക്ഷണറി മുതൽ മുകളിലുള്ള ബുക്കുകളൊക്കെ ഉണ്ട്. ഡിക്ഷണറി മുതലുള്ള ബുക്കുകൾ വെള്ളം നിങ്ങൾ ഇവിടുത്തെ പക്ഷികളുടെ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ആ ഓ അതാണല്ലേ, കുട്ടികൾക്ക് കളിക്കാനും പഠിക്കാനൊക്കെ ആയിട്ട്. അതൊന്ന് പറഞ്ഞു കൊടുക്കി. അതൊന്ന് എടുത്തിട്ട് എടുത്തോളൂ, മൈക്ക് വെച്ചോ. ഇതൊന്ന് എടുത്ത് പറഞ്ഞു കൊടുത്തിട്ട് പറയൂ. സോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേ കാർഡ്സ് ആണ് പിള്ളേർക്കായിട്ട്. അപ്പോൾ നമ്മൾ ഫീൽഡിലൊക്കെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് ബേർഡ്സ് ഏതാണെന്ന് എല്ലാം കാണാൻ പറ്റത്തില്ലോ, അത് കാണിച്ചു കൊടുക്കാം. പിന്നെ ബാക്കി ഇൻഫർമേഷൻസ് ഉണ്ട് എല്ലാത്തിനും പറ്റിയിട്ട്. ഡീറ്റെയിൽസ് അതിനകത്ത് ഉണ്ടാവും. ഫീച്ചേഴ്സ് ഉണ്ട്, അതങ്ങനെ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. പിന്നെ കോമൺ ആയിട്ടുള്ള ഫാക്റ്റുകളുണ്ട്. പിന്നെ ഇത് വെച്ച് ഗെയിംസ് കളിക്കാൻ പറ്റും. ഇതിന് മുകളിൽ സിമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. പല ഫാക്ട് ഗെയിമുകൾ കളിക്കാം, മാച്ച് ചെയ്ത് കളിക്കാം, പിന്നെ ചെക്ക് ചെയ്തിട്ട് കളിക്കാം. അങ്ങനെയൊക്കെ ഗെയിംസ് ഒക്കെ ആയിട്ട് പിള്ളേരെ ഇങ്ങനെ നോക്കി നോക്കി അവർ പഠിക്കാൻ വേണ്ടിയിട്ട്. താങ്ക് യു. കണ്ടല്ലോ, അപ്പോൾ ഓരോ ഐറ്റംസുകൾ ഞാനിതിങ്ങനെ ഇറങ്ങി ഇനിയിപ്പോൾ ഇവിടെ എന്താ ഉള്ളത് താഴേക്ക് നോക്കിയിട്ട് നന്നായിട്ടില്ല. അപ്പോൾ നമ്മൾ നേരെ പോണത് ഇല്ല, വന്നിട്ടല്ലോ, വരുന്നേ ഉള്ളൂ. ഇങ്ങോട്ട് പിടിക്ക്, നേരെ പിടിച്ചോ, ശരിക്കാതെ പിടിച്ചോ. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ബേർഡ് ഫെസ്റ്റിവലിലേക്ക് ആർദ്രമായിട്ട് നിങ്ങളെല്ലാവരെയും വിവിധ സ്ഥലങ്ങളിലെ എല്ലാവരെയും ഞങ്ങൾ ആർദ്രമായി ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ഈ ബേർഡ് ഫെസ്റ്റിവൽ പങ്കെടുക്കണം. കാരണം അത്രയ്ക്ക് നല്ല മനോഹരമായിട്ടാണ് അവർ ഈ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് കണ്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടങ്ങളായിരിക്കും. അപ്പോൾ എല്ലാവരും കാണണം. ആർദ്രമായിട്ട് ഞങ്ങൾ നിങ്ങളെ പുളിയാർമല മോട്ടിക്കുന്നിലേക്ക് സ്വാഗതം ചെയ്യാണ്. ശ്രീജിത്ത് ബ്ലോഗ് ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്. നാളെ ഞാൻ കാണും. ഓക്കെ.